ഹായ്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഇന്ന് വരുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ ആദ്യം പിടിക്കാൻ പോകണം നമ്മുടെ അനുമോളെ തന്നെ പിടിക്കും. അനുമോളെ പിടിക്കാൻ നേരത്ത് എല്ലാവരും മുഖം ഇങ്ങനെ ഇരിക്കും. അനുമോൾക്ക് എതിരെ സംസാരിക്കാൻ പോകണേ നമ്മുടെ അനുമോളുടെ കൂട്ടുകാർ തന്നെ ആദ്യം എനിക്ക്, അത് കഴിഞ്ഞ് അപ്പാടി സത്യം എനിക്ക്, അത് കഴിയുമ്പോൾ രഗണ എനിക്ക്, അത് കഴിയുമ്പോൾ അക്ബർ എനിക്ക്, അത് കഴിഞ്ഞിട്ട് ആർക്കും ദിശയിലും ആരെയും പറയാൻ പോണേ. പക്ഷേ അതിന് മുമ്പ് ഇവരൊക്കെയാണ്. അപ്പം ലാലേട്ടൻ പറയും അവർ രണ്ടൊരു സമ്മതപ്രകാരം അവർ ചെയ്താൽ എന്താ കുഴപ്പം, അനുമോൾക്ക് എന്താ പ്രശ്നം, അനുമോൾ നേരിട്ട് കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്, പപ്പ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും മിണ്ടാതെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ ബെന്നി പറയണ്ടായിരുന്നു രഗണയുടെ അടുത്ത്, പക്ഷേ ഇതൊന്നും പുറത്ത് വരില്ല. പക്ഷെ ലാസ്റ്റ് പറഞ്ഞ നമ്മുടെ അനുമോൾ പറഞ്ഞത് മാത്രം പുറത്ത് വരുള്ളൂ. അനുമോളും ലാലേട്ടൻ നന്നായിട്ട് എടുത്ത് കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞാൽ അനുമോളുടെ ഇതാണ് കൂടാൻ പോകുന്ന ആൾക്കാർ. അനുമോളെ എല്ലാവരും വഴക്ക് പറഞ്ഞാൽ എല്ലാവരും കാണുമ്പോൾ ഉണ്ടല്ലോ, അനുമോൾ ഒന്നും കൂടി ഒരു പടി മുകളിലേക്ക് കയറാൻ പോകണം. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നിർബന്ധമായിട്ട് അത് ചോദിക്കാൻ പറയും. ഇന്നലെ കൂടി രാത്രി അവർ മൈക്കിലാണ്ടാണ് കിടന്നു പറഞ്ഞത്. ബിഗ് ബോസ് കൂടി ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണൂല, പല പ്രാവശ്യം അവർ മൈക്കിലാണ്ടാണ് കിടക്കണേ. പക്ഷെ ഇന്നലെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു. പണ്ടത്തെ നമ്മൾ ബിഗ് ബോസിലൊക്കെ ഉണ്ടല്ലോ, രാത്രി കിടക്കുമ്പോൾ കൂടി മൈക്ക് വിട്ടിട്ടേ ത്തിക്കുള്ളൂ. അവർ എന്തെങ്കിലും കുശുകുശു സംസാരിച്ചാൽ കൂടി അപ്പം തന്നെ വിളിച്ച് പറയും നിങ്ങൾ മൈക്കിട്ടിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും പറയാനില്ല. ഇപ്പം എല്ലാവരും കിടക്കാനത്ത് മൈക്ക് ഊരി വെച്ചിട്ട് കിടക്കണം, പുതപ്പ് പോതിച്ചിട്ട് അവർ ഗൂഢാലോചന ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും തരലെന്ന് അനുമോളെ എടുത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാവരും ബാക്കിയുള്ളവരൊക്കെ കണ്ട് ചിരിക്കും. അവിടെ ഉള്ളവർ എന്തായാലും അറിയാം, ലാലേട്ടൻ വരുമ്പോൾ അറിയാം.